പ്രചാരണത്തിന്റെ മൂന്നാം ഘട്ടത്തിലെത്തി. ഇപ്പൊ കൂടുതൽ ആത്മവിശ്വാസം, കൂടുതൽ ആൾക്കാർ, കൂടുതൽ ജനക്കൂട്ടം, അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ്. അത് ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ്. പക്ഷെ ജനക്കൂട്ടമല്ലല്ലോ പ്രധാനം. അവരടുത്ത് അഭ്യർത്ഥന നടത്തി അവർ എന്താണ് നമുക്ക് ഫലപ്രദമായിട്ട് ഒരു പ്ലേസ്മെന്റ് കിട്ടുന്നതിന് വേണ്ടിയും അതുവഴി അവരുടെ ജീവിതത്തിന്റെ പ്ലേസ്മെന്റ് എങ്ങനെയാണ് പിന്നെ എൻ്റെ ഉത്തരവാദിത്വമായി മാറുന്നത്, ആ ഉത്തരവാദിത്വം കിട്ടിയാൽ ഉറപ്പായിട്ടും നിറവേറ്റും എന്ന് പറയുന്നത് കാര്യകാരണ സഹിതം അവരെ പറഞ്ഞ് മനസ്സിലാക്കും. പല വിഷയങ്ങൾ പ്രചാരണത്തിൽ വന്നിരുന്നു. വികസനം ശരിക്കും ഈ ഒരു ഘട്ടത്തിലൊക്കെ ശരിക്കും ജനങ്ങൾക്കിടയിലേക്ക് കടന്നു വരുന്നുണ്ടോ? വികസനം ചർച്ചയാക്കരുതെന്നുള്ള അവരുടെ നിർബന്ധം കൊണ്ട് കടന്നു വരാതിരിക്കും. ഞാൻ പക്ഷെ അതിൽ ഫോക്കസ് ചെയ്തു. പ്രധാനമന്ത്രി വീണ്ടും വന്നു, കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് തൃശ്ശൂരിന്? ഒരിക്കലുമില്ല, അങ്ങനെ ഒരിക്കലും പറയാനൊക്കത്തില്ല. തിരുവനന്തപുരത്തും ഇപ്പൊ ഈ വർഷം തന്നെ 2 പ്രാവശ്യം വന്നില്ലേ, കഴിഞ്ഞ വർഷവും വന്നില്ലേ. അപ്പൊ പ്രധാനമന്ത്രി വന്ന് 5 മണ്ഡലങ്ങൾക്ക് വേണ്ടിയാണ് വന്നത്. അല്ല, കൂടുതൽ തവണ വരുമ്പോ കൂടുതൽ ജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളൊരു ഫീൽ. അങ്ങനെയല്ല, കേരളത്തിന് മുഴുവൻ പ്രാധാന്യം അദ്ദേഹം കണക്ക് കൂട്ടുന്ന പ്രദേശങ്ങളിൽ ഒരു ഫോക്കസ് വെച്ച് വരുന്നുണ്ടാവും, അത്രയേ ഉള്ളൂ. 5 മണ്ഡലങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നലെ വന്നത്. തൃശ്ശൂരിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാധാന്യം BJP കേന്ദ്ര നേതൃത്വം കൊടുക്കുന്നില്ല എന്നാണോ? കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ നമുക്ക് തോന്നുക? ഞാൻ എന്താ പറഞ്ഞത്? തൃശ്ശൂര് വന്നു, ഇന്നലെ വീണ്ടും വന്നത് 5 മണ്ഡലങ്ങൾക്ക് വേണ്ടിയാണ്. കേരളത്തിന് കൂടുതൽ ഒരു പ്രാധാന്യം BJP കേന്ദ്ര നേതൃത്വം കൊടുക്കുന്നു. തീർച്ചയായിട്ടും. അതെന്തുകൊണ്ട്? പിന്നെ കൊടുക്കണ്ടേ? തമിഴ്നാടിനും കൊടുക്കുന്നില്ലേ? ഒരുപക്ഷെ പദ്ധതികൾ പലതും ഇപ്പൊ തമിഴ്നാടിന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അത്രയും പ്രഷർ കൊടുക്കുന്നുണ്ടെന്ന്. പദ്ധതികൾ പലതും അവിടുന്ന് ഇങ്ങോട്ട് കടത്തിവിട്ടത് ഇവിടെ ഗണ്യമായ പരിഗണന കിട്ടിയിട്ടില്ല, ജനങ്ങളിലേക്ക് എത്തുന്നത്. ജൽ മിഷൻ, നിങ്ങൾ പത്രമല്ലേ, നിങ്ങൾക്ക് ജനങ്ങളോടൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. എവരുടെ ഈ കുത്തിത്തിരിപ്പ് പ്രചരണത്തിന് കൂട്ടുനിൽക്കാതെ നിങ്ങൾ പോയി ജൽ മിഷന്റെ ഇംപ്ലിമെന്റേഷനിൽ എക്സലൻസ് എന്താണ് അന്വേഷിക്കുക. കുടിവെള്ളമല്ല, അവർക്ക് കഴുകാനുള്ള വെള്ളം വേണമെന്ന് അവർ പറയുന്നില്ല, അവർക്ക് കുടിക്കാനുള്ള വെള്ളം അല്ലേ. ജീവിതം തുടങ്ങുന്ന ഒരു തുള്ളി വെള്ളം, അവസാനിക്കുന്ന ഒരു തുള്ളി വെള്ളം, ജീവൻ തുടർന്നുകൊണ്ട് പോകുന്നത് ജലമില്ലാതെ പറ്റുമോ? അപ്പോൾ അത് എത്ര എഫക്റ്റീവായിട്ട് ഇവിടെ ചെയ്തു, അതിന്റെ ഫണ്ട് മുഴുവൻ വന്നോ, എന്തൊക്കെ അഴിമതി അതിന്റെ പിന്നിലുണ്ട്, അന്വേഷിക്കും. ഇറ്റ്സ് യുവർ ജോബ്. പല വിവാദ വിഷയങ്ങൾക്ക് ഇടയിലൊക്കെ പെട്ടുപോയി. അപ്പം എപ്പോഴും അതിനെ കുറിച്ചുള്ള പ്രതികരണങ്ങൾ ചോദിക്കുന്നത് സ്വാഭാവികമാണ്. ഇല്ലല്ല, ചോദിച്ചാൽ ഞാൻ പുല്ലുപോലെ കളയും, അത്രേ ഉള്ളൂ. അതൊന്നും അല്ല പ്രസക്തം. അതൊന്നും എഴുന്നള്ളിച്ച് ജനങ്ങളുടെ ചിന്തയെ തെറ്റിച്ച് 5 വർഷം തസ്കരന്മാരെ അടിച്ചു മാറ്റരുത്. അതിനുവേണ്ടിയാ പ്രയത്നിക്കുന്നത്. അവർ ചിന്തിക്കേണ്ട വിഷയങ്ങൾ ഞാൻ അവരെ ഓർമ്മിപ്പിക്കും. സിദ്ധാർത്ഥന്റെ അച്ഛന്റെ അമ്മയുടെയും ദുഃഖം എന്ന് പറയുന്നത് കേരളത്തിലെ അധ്യയന കേന്ദ്രങ്ങളിലേക്ക് മക്കളെ അയക്കാനിരിക്കുന്ന എല്ലാ അച്ഛനമ്മമാരുടെയും ദുഃഖമാണെന്ന് ഞാൻ അവരോട് പറയും. പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ? അവർക്ക് വിഷമം ഉണ്ടാവാൻ പാടില്ലല്ലോ. അവരുടെ കയ്യിലല്ലേ ഭരണം, അവരുടെ കയ്യിലല്ലേ പ്രതിപക്ഷം, അല്ലേ? അഭിമന്യു എൻ്റെ കൂടി മകനാണെന്ന് വിചാരിച്ചാൽ എനിക്കതിന് ഉത്തരം കിട്ടണം. മൂക്കിന് താഴെയുള്ള സംഭവങ്ങൾ അത് മാനേജ് ചെയ്യും. കാലിനടിയിലെ മണ്ണ് ശ്രദ്ധിക്കും. ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതല്ലാത്ത വിഷയങ്ങളിലും ഉത്തരം പറയേണ്ടി വരും. സ്ഥാനാർത്ഥിയാണല്ലോ, സ്വാഭാവികമായി. ഒരിക്കലുമില്ല. തൃശ്ശൂർക്കാർക്ക് അങ്ങനെ ഒരു വിഷമമുണ്ടോ എന്ന് ചോദിക്കും. അവരുടെ ലഭ്യതയാണ് അറിയേണ്ടത്. അവരുടെ അടുത്ത് അങ്ങനെ ഒരു ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയും. അത് തന്നെയാണ് ചർച്ചാ വിഷയം. LDFന്റെ മേയർ അനുകൂലമായിട്ട് ഒരു പ്രതികരണം നടത്തി. അത് പിന്നെ വ്യക്തിപരമായിട്ട് ഒരു ഇഷ്ടം പ്രകടിപ്പിച്ചതാണ്. എന്താ ഇതിങ്ങനെ എല്ലാം നമുക്ക് ജീവിതമില്ലേ? മനുഷ്യർ തങ്ങളിലല്ലേ ഇന്ററാക്ട് ചെയ്യുന്ന? പക്ഷെ സ്വാഭാവികമായിട്ടും ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് എല്ലാം ചോദ്യം രാഷ്ട്രീയത്തിൽ മുങ്ങിയ അത് ഭയങ്കര വിഘടനവാദമാണ് കേട്ടോ. അത് ഭയങ്കര വിഘടനവാദമാണ്. നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഇവിടെ പറയുന്നു. പൊളിറ്റിക്സും കൂടെ ഡിവൈഡ് ചെയ്താൽ എങ്ങനെ? അത് പറ്റില്ല. ജനങ്ങൾക്ക് രാഷ്ട്രമേ ഉള്ളൂ, രാഷ്ട്രീയമില്ല. ഒരു രാഷ്ട്രത്തിന്റെ കർത്തവ്യം എന്താണ്? അതവർക്ക് നിറവേറ്റി കിട്ടണം.
രാഷ്ട്രീയം എന്ന് പറയുന്നത് സൗകര്യപ്രദമായ ഒരു മെഷീനാണ്. നിങ്ങൾക്ക് മത്സരിച്ച് ജയിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മത്സരിച്ച് തോറ്റയാളിന്റെ ജനതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ജയിക്കുന്നയാളായിരിക്കും. അപ്പൊ പിന്നെ ആ ഡിവൈഡ് നിങ്ങൾ ഈ മത്സരകാലത്ത് എന്തിനാണ് അനാവശ്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഇല്ലാതാക്കുന്നത്? മനുഷ്യനുമായിട്ടുള്ള ബന്ധം നിരന്തരമാവണ്ടേ? വേണ്ടേ? ഈ എതിർ സ്ഥാനാർത്ഥികളെ എങ്ങനെയാണ് കാണുന്നത്? ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി പോലെ കാണുന്നേയില്ല, ഞാൻ ജനങ്ങളെ കാണുന്നത്. ആ മത്സരം പേര് പോലും ഞാൻ പറയുന്നില്ലല്ലോ. ആകെ എനിക്ക് റെഫർ ചെയ്യേണ്ടി വന്നിടത്ത് മുരളിച്ചേട്ടന്റെ പേര് മാത്രം മുരളിച്ചേട്ടൻ എന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ സ്ഥാനാർത്ഥിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. ഐ എം നോട്ട് ലുക്കിംഗ് അറ്റ് ദം. മൈ ഫോക്കസ് ഇസ് ഓൺ ദ പീപ്പിൾ, ദ നീഡ്സ് ഓഫ് ദ പീപ്പിൾ, ആൻഡ് തിങ്ക് അബൌട്ട് ഹൗ ഐ ക്യാൻ മാനേജ് ഓൾ the failures that have taught them lessons for the past 10 years. I am trying to push in a methodology by which I can rewrite a script and then work it to their lives. കെ മുരളീധരന്റെ പേര് ഇപ്പൊ പറഞ്ഞതുകൊണ്ട് പറയാണ്, അദ്ദേഹം തന്നെ അതെ അല്ല ഞാനത് ചോദിച്ചപ്പോ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി കൂടിയായിട്ടാണ് അദ്ദേഹം കോൺഗ്രസിന്റെ സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ട്. I am not looking at them. I am not looking at. My focus is on the people, my voters, their needs, and make them believe that I am here to serve them, unlike others. That's all. ഞാൻ ചോദിച്ചത് ആ ഒരു രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിൽ നിന്ന് ഇല്ല, കോൺഗ്രസിൽ നിന്ന് കൂടുതൽ പേര് BJP-യിലേക്ക് വരുന്ന ഒരു സാഹചര്യം അതും പെരിഫറൽ ആണോ? അത് കൂടുതൽ സന്തോഷകരമായിട്ടുള്ള. Please don't drag me into peripheral affairs. I am focused on elections. I am on my election campaign process. കൂടുതൽ പ്രവർത്തകർ BJP-യിലേക്ക് വരുന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യമല്ലേ? അതൊക്കെ വന്നോട്ടെ, അതല്ല എന്റെ ഫോക്കസ് എന്നാ ഞാൻ പറഞ്ഞു. ഐ എം നോട്ട് ലുക്കിംഗ് അറ്റ് ദാറ്റ്. ദാറ്റ് വിൽ ഹാപ്പൻ. എന്റെ ചോദ്യം ഒരു പത്മജ ഇഫക്റ്റ് ഉണ്ടോ മണ്ഡലത്തിൽ? അതല്ല, ഞാൻ സ്ഥാനാർത്ഥി, അതെന്റെ ഉത്തരവാദിത്വം. ജനങ്ങൾ അവരെന്റെ ഉത്തരവാദിത്തമായി തീരാനുള്ള അവസരത്തിന് വേണ്ടി കേഴുന്നു, അത്രേ ഉള്ളൂ. അതേ 2019 2024 എന്ത് വ്യത്യാസമാണ് ജനങ്ങൾക്കിടയിലേക്ക് വരുമ്പോൾ? Grown. We have grown enormously. അതായത് ഒരു 3 ലക്ഷത്തിന്റെ അടുത്തുള്ള വോട്ട് കിട്ടിയതിൽ നിന്ന് 5 വർഷം കഴിയുമ്പോഴേക്കും ആ വോട്ട് വിഹിതം ഏത് തരത്തിൽ കൂടും എന്നുള്ളൊരു പ്രതീക്ഷ. അതിപ്പോ ഞാൻ ജ്യോത്സ്യനല്ലല്ലോ, ദൈവമല്ലല്ലോ. ഞാൻ ജ്യോത്സ്യനുമല്ല, ദൈവമല്ല. ജനങ്ങൾ പറയും 3 എവിടം വരെ വളരും എന്നുള്ളത് ജനങ്ങൾ പറയും. രാവിലെ തൊട്ട് ഞങ്ങൾ കൂടെയുണ്ട്. അപ്പൊ ഒരു വെള്ളം പോലും കുടിക്കാൻ സമയമില്ലാണ്ട് ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. വണ്ടിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. വണ്ടിയിലിരുന്ന് ഇടയ്ക്കിടയ്ക്ക് സിപ്സ് എടുക്കുന്നു. വളരെ ഇമോഷണൽ ആയിട്ടൊക്കെയാണോ ജനങ്ങളുടെ കൂടെയുള്ള ഒരു സമയം ചെലവിടുന്നത്? ചിലപ്പോ ഡാൻസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചാൽ അങ്ങനെയാണോ? ഡാൻസ് ചെയ്യുന്ന ജസ്റ്റ് ജോയിനിങ് ദെയർ സെലിബ്രേറ്റീവ് മൂഡ്, അത്രേ ഉള്ളൂ. ഞാൻ മാത്രം ഇങ്ങനെ കല്ലുപോലെ, ഞാൻ കലാകാരനും കൂടിയല്ല. അപ്പൊ ഐ ഹാവ് ആൻ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ടു അറ്റ്ലീസ്റ്റ് ജോയിൻ ദം. ഞാൻ അവരുമായിട്ട് ചേരുന്നേ ഉള്ളൂ. ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു അസഹിഷ്ണുതയൊക്കെ ചില പ്രതികരണത്തിൽ വരാം. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ സന്തോഷം അല്ലേ? പക്ഷെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് മാധ്യമപ്രവർത്തകരോട് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ സന്തോഷം. അങ്ങനെ ഇല്ല, ഇല്ലാന്ന് തോന്നി നിങ്ങളെ സങ്കടപ്പെടുത്താനും ഞാൻ തയ്യാറല്ല. തൃശ്ശൂർ എടുക്കുകയാണെങ്കിൽ പറയാൻ പോകുന്ന പഞ്ച് ഡയലോഗ് എന്തായിരിക്കും? തൃശ്ശൂർ തന്നാൽ എടുത്തിരിക്കും, എടുത്താൽ ഇവിടെ ഇരിക്കും.